ആകാശ തില്ലങ്കേരി ഒളിവിൽ പോയിരിക്കുകയാണ്. തില്ലങ്കേരിയുടെ വാഹനം ഉടൻ പിടിച്ചെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുന്നു. ഏതായാലും 45,500 രൂപ MVD-ക്കാർ തില്ലങ്കേരിക്ക് പിഴയിട്ടു. 9 കുറ്റങ്ങളും നികത്തിയിട്ടു. അതിൻ്റെ അകത്ത് ഇയാളുടെ പേര് ചാർത്തിയിട്ടുമുണ്ട്. MVD-ക്കാർ RC രജിസ്ട്രേഷൻ അത് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളും അവരെടുത്തു കഴിഞ്ഞു. ഹൈക്കോടതി ഇതിൽ നിന്നൊന്നും പെട്ടെന്ന് ഇയാളെ കുറ്റവിമുക്തനാക്കാൻ പോകുന്നില്ല. ഇയാളുടെ ജാമ്യം ക്യാൻസൽ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വാഹനം പിടിച്ചെടുക്കാൻ പറഞ്ഞ് ലഭിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. ഏതായാലും പിഴയിട്ടു 45,000, ഏകദേശം 1,00,000 രൂപയോളം പിഴയിട്ടിരിക്കുന്നു. ഈ RC ബുക്ക് സസ്പെൻഡ് ചെയ്യാനും അത് പെട്ടെന്ന് നടക്കുന്ന പരിപാടികളാണ്. പക്ഷേ വാഹനം പിടിച്ചെടുക്കണം പോലീസും അതുപോലെ തന്നെ MVD-ക്കാരും. ഗുണ്ടകളുടെ സാമൂഹിക മാധ്യമ പ്രൊഫൈലുകൾ ഇപ്പം പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങി. ആവേശം എന്ന സിനിമയിലെ ആ ഒരു ജന്മദിനാഘോഷം അതേപടി ഗുണ്ടകൾ പകർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ടൗണിലും അതുപോലെ കുറ്റൂരും ഇതുപോലെയുള്ള ഗുണ്ടകളുടെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. പോലീസ് അതിശക്തമായ നടപടികൾ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം അതിലൊരു ശമനം വന്നിട്ടുണ്ട്. തീക്കാറ്റ് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗുണ്ടയെ തപ്പി പോലീസ് നടക്കുകയാണ്. കാരണം തീക്കാറ്റ് ഷാജനെ വാണ്ടഡ് ഗുണ്ടയാണ്. കേരളത്തിലെ ഗുണ്ടകളെ ഒതുക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ കഴക്കൂട്ടത്ത് തുമ്പ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ബോംബെറിഞ്ഞിരിക്കുക. എത്ര ശക്തമായ നടപടികളാണ് പോലീസ് എടുക്കുന്നതെങ്കിലും അവിടെ ബോംബുണ്ടായി, ബോംബ് എറിഞ്ഞിരിക്കുന്നു. അതിലൊരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റു, മറ്റൊരാൾക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അയാൾ നെഞ്ചിലേക്ക് എറിഞ്ഞ് അയാൾ കൈ കൊണ്ട് തട്ടി, അതുകൊണ്ട് കൈക്ക് സാരമായ പരിക്കുണ്ട്. വേറെണ്ണം എറിഞ്ഞിട്ട് അതിൻ്റെ കുപ്പിച്ചില്ലുകളെല്ലാം കൂടെ തെറിച്ച് ഇയാളുടെ കൂടെ നിന്ന ആൾക്കും നല്ല പരിക്കുണ്ട്, ഗുരുതരമായ പരിക്കാണ്. രണ്ടുപേരും ഗുണ്ടകളാണ്, എറിഞ്ഞവരും ഗുണ്ടകളാണ്. ഗുണ്ട പകകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും നടക്കുന്ന കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ പോലീസിൻ്റെ പ്രവർത്തനത്തിന് പൊതുജനങ്ങളുടെയും മറ്റുള്ളവരുടെയും സപ്പോർട്ട് വേണം. ഈ ഗുണ്ടകളെ ഒതുക്കിയേ പറ്റുള്ളൂ. കാരണം ബോംബെറിയാൻ യഥേഷ്ടം അവർ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പോലീസിന് അതിനെതിരായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ സ്ഥലങ്ങളിൽ ബോംബെറിയുന്നത് കാണുന്നുണ്ട്. ബോംബെറിഞ്ഞ് വീഴ്ത്തിയാണല്ലോ TP ചന്ദ്രശേഖരനെ തന്നെ കൊന്നത്. ഗുണ്ടകളുടെ ആധിക്യം കേരളത്തിൽ കൂടുതലാണ്. അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ആ ഗുണ്ടകളെ പാർട്ടിയിലെ അണികളിലേക്ക് അവർ മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിക്കുന്നതും കാഴ്ചകളൊക്കെ കാണുക. അങ്ങനെയുള്ള ചരിത്രമുള്ളവരാരെയും പ്രൊട്ടക്റ്റ് ചെയ്യരുത് ഒരു രാഷ്ട്രീയ പാർട്ടികളും. അതൊക്കെ നിർത്തണം. കാരണം ഗുണ്ടകൾ അവരെ നമുക്ക് സമൂഹത്തിന് ആവശ്യമില്ല. അവരെ എല്ലാവരും കഴിവുള്ളിടത്തോളം അവരെ ജീവിതകാലം മുഴുവൻ ജയിലിലിടാൻ ശ്രമിക്കണം നമ്മൾ. കാരണം സാമൂഹികമായ മാറ്റം ഉണ്ടാക്കാൻ ഈ ഗുണ്ടകളൊക്കെ നമ്മൾ ഒതുക്കിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. സമൂഹം മുഴുവൻ കൈവിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ വളർച്ച, അവരുടെ മാനസിക വളർച്ച, അവരുടെ ശാരീരിക വളർച്ചയെല്ലാം മറ്റ് പല രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ. എല്ലാ കുടുംബങ്ങളിലും അരക്ഷിതാവസ്ഥയാണ്. അവർക്ക് പല കുടുംബങ്ങളും ആത്മഹത്യ ചെയ്യുന്നു. കുടുംബം ഒന്നിച്ച് അപ്പനും അമ്മയും മക്കളോട് ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. വീടിന് തീ പിടിക്കുന്നു, ധാരാളം പേര് മരിക്കുന്നു. അതെല്ലാം കുടുംബ പ്രശ്നങ്ങൾ മൂലമാണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ ഗുണ്ടകളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് പല കേസിലും രാഷ്ട്രീയമായി പ്രൊട്ടക്ഷൻ ലഭിച്ചുള്ള ഗുണ്ടകളൊക്കെ അവരൊക്കെ വെളിയിലാണ്. അവരെയൊക്കെ തീർച്ചയായിട്ടും അവരുടെ ബെയിൽ ക്യാൻസൽ ചെയ്ത് ജയിലിലേക്ക് വിടാനുള്ള സമയമായി. അതിനുശേഷം ധാരാളം ഗുണ്ടകളൊക്കെ ധാരാളം കേസുകളിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ട, അയാൾ 10-15 വർഷമായിട്ട് അയാൾ ഈ ഗുണ്ടാപ്പണി നിർത്തി എന്ന് പറഞ്ഞവൻ 10-15 വർഷം കഴിഞ്ഞപ്പോഴാണ് അയാൾ ദീപു എന്നയാളുടെ മാറനല്ലൂരുള്ള ദീപു എന്നയാളുടെ കഴുത്തറുത്തത്. അപ്പം ഗുണ്ടകൾ നമ്മൾ ഒരു രൂപമാറ്റം ഉണ്ടാവില്ല. ഒരാളെ കൊന്ന ഒരു ഗുണ്ടയാണെങ്കിൽ സമൂഹത്തിന് പിന്നെ അയാളെ ആവശ്യമില്ല. അയാൾ എത്ര റിഫോം ചെയ്താലും ശരി നമുക്ക് ആവശ്യമില്ല. അതൊക്കെ ആ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയണം. സമൂഹത്തിന് എതിരായി നീങ്ങി സമൂഹത്തിൻ്റെ ഒരാളെ കഴുത്തറുത്ത് കൊല്ലുക, ഒരാളെ ബോംബെറിഞ്ഞ് കൊല്ലുക, ആ കുടുംബം നശിപ്പിക്കുക, അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ
അവർക്ക് തീർച്ചയായിട്ടും അവരെ ജീവിതാന്ത്യം വരെ കഴിവുള്ളിടത്തോളം അവരെ ജീവിതാന്ത്യം വരെ ജയിലിൽ തന്നെ പാർപ്പിക്കുന്ന ഒരു നയം തന്നെയായിരിക്കണം പോലീസിനും അതുപോലെ തന്നെ സർക്കാരിനും പൊതുജനങ്ങൾക്കും.